ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിന്നുണ്ടാവുന്ന വരുമാനം ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, നാട്ടിൽ പുരോഗതി ഉണ്ടാവും. സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തെയും സഹായിക്കും. ആ വരുമാനം കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നാട്ടിൽ കൂടുതൽ തൊഴിലും വരുമാനവും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി, അതൊരു ജനങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി, എല്ലാ മേഖലയ്ക്കും ആ പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ആ പുരോഗതി ഉണ്ടാവും. അത് ഗവൺമെന്റിനെ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം മണ്ഡലത്തിലേക്ക് നിക്ഷേപ പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? ഇവിടെ നിക്ഷേപം എല്ലാ സ്ഥലത്തുനിന്നും വരുന്നല്ലാതെ കൊട്ടാരക്കരയിൽ ഒരു കാര്യം ഞാൻ സന്തോഷത്തോടെ പറയാം. കൊട്ടാരക്കരയിൽ നിന്നുള്ള വ്യവസായികളുടെ 2-3 യൂണിറ്റുകൾ ഇവിടെ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒന്ന്, മെഡിക്കൽ രംഗത്ത് പിന്നെ ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ഇവിടെ ലിയോമെഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ ഉണ്ട്. മറ്റൊന്ന് ഒരു മാക്സ് ഓട്ടോമേഷൻ. ഇത് ഞാൻ പറഞ്ഞ കൊട്ടാരക്കര ചോദിച്ചോണ്ടാണ്, ഇത് നേരത്തെ ഉള്ളതാണ്. അതിവിടെ വന്ന് പ്രദർശിപ്പിക്കാവുന്ന തരത്തിലേക്ക് സെലക്ട് ചെയ്യുന്ന യൂണിറ്റായിട്ട് ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് വ്യവസായ വകുപ്പ്. എല്ലാ സ്ഥലത്തും ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. കൊട്ടാരക്കര പോലുള്ള സ്ഥലങ്ങളിൽ സെക്കൻഡ് ടയർ സിറ്റീസിൽ, തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടും മാത്രമല്ല, 2 ടയർ സിറ്റീസിലും ജില്ലാ കേന്ദ്രങ്ങളിലല്ലാതെ വ്യവസായങ്ങൾ വരുന്നുണ്ട്. ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലെ ചില ഉൾപ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ തുടങ്ങിയ 10, 200, 500 പേരൊക്കെ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളെ പറ്റി. കൊട്ടാരക്കരയിൽ തന്നെ സോഹോ എന്ന് പറയുന്നൊരു വലിയ കോർപ്പറേഷൻ അവരുടെ യൂണിറ്റ് അവിടെ ഒന്ന് തുടങ്ങാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ മേഖലയിലുള്ള പുരോഗതിയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വലിയ പുരോഗതി വരുന്നുണ്ട്. ചെറുപ്പക്കാർ ധാരാളമായി പുതിയ തരത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വരുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ന്യൂ ഇന്നിംഗ്സ്. വളരെ സർവീസുള്ള ആളുകൾ, റിട്ടയർമെന്റോ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റോ എടുക്കുന്ന ആളുകൾക്ക് അവരുടെ പരിചയം വെച്ച് തന്നെ വ്യവസായവും വാണിജ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക പദ്ധതി കൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ പുരോഗതി ഉണ്ടാക്കും. സിൽവർ ലൈനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്നലെ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയത്. കേരളത്തിലെ യാത്രാ സമയം കുറയ്ക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇനി കുറച്ചുകൂടി അനുകൂല സമീപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കുറച്ചുകൂടി അനുകൂല സമീപനം ഉണ്ടാവേണ്ട സ്ഥിതിയാണ് ഇന്ത്യയിൽ. ഇപ്പൊ തന്നെ മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ അതിവേഗ റെയിൽപാത ഉടൻ തന്നെ ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വഴി ചെന്നൈക്ക് എത്താൻ പറ്റും. യാത്രാ സൗകര്യം വളരെ പ്രധാനമാണ്. കേരളത്തിൽ വന്ദേ ഭാരതിലാണല്ലോ നിങ്ങളൊക്കെ ഇപ്പൊ പോകുന്നത്. പൊതുവെ ഇവിടുന്ന് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡോ കണ്ണൂർ പോകണമെങ്കിൽ വന്ദേ ഭാരത് ഒന്നാമത് പ്രിഫർ ചെയ്യും. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഉറപ്പായും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആശാവർക്കർമാരുടെ സമരത്തോടെ ഏതെങ്കിലും തരത്തിൽ അനുഭാവപൂർവ്വമായ സമീപനം ഉണ്ടാകുമെന്ന് ചോദ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.